പഞ്ഞിമുട്ടായി നടന്നു വരുന്നു. മഞ്ഞുകുട്ടി. ഹലോ. ഹലോ. മാലാഖ. അതെ. അതെ, ആദ്യമേ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ആ ഗ്ലൂമൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞു തരുമോ? ഇനി ഒരു ഗ്ലൂം കൂടി ഉണ്ടായിരുന്നു. അത് മതം കൊണ്ട് കൊടുത്തോ. പിടിച്ചോ, അടുത്ത പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം കേട്ടോ. പോക്കറ്റ് പിടിച്ചിട്ട് ഇട്ടിക്കണേ. ഗ്ലൂം കിട്ടി, അപ്പൊ രക്ഷപ്പെട്ടു. ഗ്ലൂം കുട്ടി, ഇന്ന് ഏതാണ് പാട്ട്? കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എനിക്കൊരു സ്പെഷ്യലുള്ളത്. സ്പെഷ്യലോ? സ്പെഷ്യൽ അല്ലേ കുഞ്ഞുദ്ദേശേ? പിന്നെ സ്പേസിലോ? സ്പേസിലോ? പറഞ്ഞോ ഫുള്ള് പറഞ്ഞോ. എന്ത് ചെയ്തു സ്പേസിലുള്ള ആന്റി? സ്പേസിലുള്ള ആന്റിയോ? എന്നാ ചേട്ടാ അതെന്താ? സ്പെയിൻ. സ്പെയിനിലുള്ള ആന്റിയാ? ഓ, ഞാൻ സ്പെയിൻ ഇവിടെ, നമ്മുടെ ഇവിടെ സ്പേസ് അവിടെ കിടക്കണു. ആന്റിയുടെ പേരെന്താ? ആനി സാൻഡിക്ക് ഒരു ബിഗ് ഹായ്. ഹായ് ഹായ്. ആന്റി ഫ്രം സ്പെയിൻ. നമുക്ക് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്താലോ ഈ പാട്ട്? സിനിമ പൊന്നുച്ചാമി, മ്യൂസിക് മോഹൻ സിത്താര സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് ചിത്രാമ, വർഷം 1993. മീനുകുട്ടി, എന്തോ ഒരൊറ്റ കാര്യം കൂടെ പറയാതെ പോകില്ല. ഒരു ഹൈലൈറ്റ് ഉണ്ട്. എന്താ? അതായത് ഈ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന ആൾ, ദാറ്റ് മാൻ ഇവിടെയുണ്ട്. അത് നമ്മുടെ ഫ്ലവേഴ്സിന്റെ സീനിയർ ക്യാമറാമാൻ ആയിട്ടുള്ള ലാലുവാണ്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലാലു ചേട്ടൻ. ചേട്ടാ. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട ലാലു ചേട്ടൻ. ലാലു സർ, ഭയങ്കര സന്തോഷമാണ്. നേരത്തെയും വർക്കിനെ കുറിച്ച് എനിക്ക് അറിയാം, പക്ഷെ ഈ സിനിമ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങള് ഒരു 20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തതാണിത്. ഈ പാട്ട് 2 സ്ഥലത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വയനാടും ട്രിവാൻഡ്രമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഈ സോങ് പിക്ചറൈസ് ചെയ്തത്. അത് ശരി. നല്ലൊരു ടീമായിരുന്നു. മോഹൻ സിത്താര സാറായിരുന്നു മ്യൂസിക്. അന്നൊക്കെ നാഗ്രയിൽ എടുത്തോണ്ട് വരല്ലേ ചെയ്യണേ? അതെ, നാഗ്രയില്ല, സ്കൂളിൽ വന്നിട്ട് പ്ലേ ബാക്ക് ചെയ്യുവാണ്. ഗ്രേറ്റ്. ഓക്കെ, താങ്ക്സ്. സന്തോഷം. അപ്പൊ എസ്തർ കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ, കുന്നിറങ്ങി കൂടെ വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചപ്പിൽ നീ കളഭം തായോ, കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ചുട്ടും കൊണ്ടേവാ.
മീനുകൂടാ എന്താ? ഇതാരാണ്? ഗ്ലൂം ഇല്ലാത്ത ഗ്ലൂം കുട്ടി. ഗ്ലുമ്മേ വന്നില്ല. ഇല്ല. കണ്ടോ, അത് എറിഞ്ഞു തന്നില്ലേ എല്ലാം ഞങ്ങളുടെ പോക്കറ്റിൽ അതെ, 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 സുരക്ഷിതമാണ്. ഗ്ലൂം തിരിച്ചറിയില്ല. വേണ്ട. എക്സ്പ്രഷൻ ക്വീൻ ആണ്. ക്വീൻ ക്വീൻ. അതെ 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 കൂട്ടിനുള്ളിൽ കൂട്ടിനുമിന്നാമിന്നീവാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ. അനുപല്ലവിന്ന് തുടങ്ങി എനിക്ക് ആ കളഭം തായോ എന്ന് വന്നപ്പോഴത്തേക്കും എന്തൊരു എക്സ്പ്രഷനിലാ നമ്മുടെ കുഞ്ഞു പാടുന്നത്. മണിച്ചപ്പിൽ നീ കളഭം തായോ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഇളനീർ കുളിർ കൊഞ്ചലായി വാ. ഓ ആ കൊഞ്ചലായി വാ എങ്ങനെ പാടി? ഇത്തിരി പൂവേ വാ പുട്ടുകുത്താൻ വാ ഇളനീർ കുളിരു കൊഞ്ചലായി വാ. ഓ സബാഷ് 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 സബാഷ്. പൂവേ വാ പുട്ടുകുത്താൻ വാ ഇളനീർ കുളിരു കൊഞ്ചലായി വാ. അമ്പിളി മാമ എന്ന് പറയില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചരണത്തില് പച്ചില പട്ടിലൊരു പച്ചില പട്ടിലൊരു കൊച്ചുവാൽ ആ കണ്ണാടി. പച്ചില പച്ചയില അങ്ങനെ പാടാ. എന്ത് രസാ. അതെ ഒന്നുകൂടെ പാടി. പച്ചില പട്ടിലൊരു കൊച്ചുവാൽ കണ്ണാടി. ഓ അത് നീ വരുമോ അമ്പിളി മാമ. ഇവിടെ വന്നോ? അതെ 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 ബാക്കി കൂടെ കേട്. അയ്യോ എനിക്ക് ബാക്കി കൂടെ, കൊതിയായിട്ട്. ഒന്നും കൂടെ ആ, കന്നിമണ്ണ്. അടുത്തുനിന്ന് കേൾക്കാൻ ഇത്രയും രസമുണ്ട്. കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കൊന്ന മലർ കനിയോ. കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കൊന്ന മലർ കനിയോ. എൻ മനസ്സിൽ പെയ്ത നിലാവോ. നില. പാടുമ്പോ കണ്ണ് പോണോണ്ട. അതാണ്, അത് അനുഭവമാണ്. അതെ, സ്വയം മറന്ന് പാട്. അല്ലേ? സ്വയം മറന്നുപോയി. അതാണ് പാട്ടില് നമ്മളാണ് പാടണേന്ന് പോലും മറന്നുപോകും. അങ്ങനെയല്ലേ? അതാണ് കുഞ്ഞിന്റെ പ്രത്യേകത. Thank you. കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയും നിഷ്കളങ്കമാണ്. കളങ്കമില്ലെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്വയം മറക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കുഞ്ഞിന്റെ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ആദ്യത്തെ ഓഡിഷന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യം പാടിയില്ലേ, അപ്പൊ അന്ന് ഇവിടെ പിടിച്ചിരുത്തിയില്ലേ, ഓർമ്മയുണ്ടോ? ആ മൂമെന്റ്സ് ഒക്കെ ഞാനിങ്ങനെ ഓർക്കാണ്. ഇപ്പൊ കുറെ മാസങ്ങളായല്ലോ നമ്മുടെ ജേണി. അപ്പൊ ഗ്ലും കുട്ടി മാറി, ഇനി ഗ്ലും ഇല്ലാത്ത കുട്ടി എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്ലും ഇല്ല കേട്ടോ. ഗ്ലൂമിനൊക്കെ നമ്മൾ എടുത്ത് എറിഞ്ഞു. ഓക്കെ, നോ ഗ്ലൂം. ഓക്കെ. അവസാനം നിർത്താറായപ്പോഴത്തേക്കും ഒരു ഗ്ലൂം വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പേടിച്ചു. അങ്ങനെ ഒരു തൊട്ടുമ്പില്ല. ചെറുതായിട്ട്. പക്ഷെ ഇല്ലില്ല, വന്നില്ല. അതിങ്ങനെ നമ്മളിവിടെ പിടിച്ചു വെച്ചേക്കല്ലേ. അതെ. അപ്പൊ അരിച്ചിട്ട് ചോദിക്കും, വായോ, ഓടി വായോ. എങ്ങനെ പഠിക്കുന്നു ഈ പാട്ടൊക്കെ? ഇപ്രാവശ്യം ആരാ സഹായിച്ചത്? അമ്മയാണോ അച്ഛനാണോ? ആരെ പഠിപ്പിച്ചത്? അമ്മയും പപ്പയും രണ്ടുപേരും പഠിപ്പിച്ച്. രണ്ടുപേരും പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? സൂപ്പറാണെന്ന് പറഞ്ഞു. സൂപ്പറായി സൂപ്പറാണെന്ന് പാടുന്നു. പറഞ്ഞ് എനിക്കും അത് തന്നെ തോന്നി. സൂപ്പറായി പാടി. താങ്ക് യു. ഞാൻ ഇവിടെ എന്താ എഴുതി വെച്ചേ നോക്ക്. ഞാൻ ഇവിടെ ഗുഡ് എന്ന് എഴുതി വെച്ചേക്ക. ഗുഡ് 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 കേട്ടോ. മിടുക്കിയാണേ. താങ്ക് യു. ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനിയും നന്നായി പാടണം. ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പെർഫോമൻസ് ഇങ്ങനെ മീനൂട്ട എനിക്ക് ഓർമ്മ വരിക. ഒരു കുഞ്ഞു കുഞ്ഞു കിളി വന്നിട്ട് ഇവിടെ പാടുന്നു. ഇപ്പോഴും അതേ കുഞ്ഞു കിളി, പക്ഷെ പാട്ട് മാറിയടാ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് പാട്ട് മാറി. അത്രയും മെച്യൂരിറ്റി വന്നു, ക്ലാരിറ്റി വന്നു. മിടുക്കി മിടുക്കി മിടുക്കി. താങ്ക് യു. യെസ്. ഇനി ഇങ്ങാട് വാ. യെസ്, കലക്കി. താങ്ക് യു. മിടുക്കി. താങ്ക് യു. എന്താ ഫീല് പാടുന്നേല്? നല്ല ഫീൽ ഉണ്ടായിരുന്നട്ടാ. താങ്ക് യു. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പാടുന്നത്? നന്നായിട്ട് പാടും, അത്രേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ശരിയല്ലേ? ശരിയാ. ഞാൻ പറയണ ശരിയല്ലേ? നന്നായിട്ട് പാടി. ഇങ്ങനെ തന്നെയാണ് പാടേണ്ടത്. ഇങ്ങനെ തന്നെ അങ്ങ് പോയാ മതി ചേട്ടാ. പ്ലുമ്മിലൊക്കെ ഞങ്ങളോട് അടിയിലേക്ക് ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ലെന്ന്. ഓക്കെ, കൊള്ളാട്ടാ. മിടിക്കാണ്. ഒരു പഞ്ഞിമുട്ടായി വന്ന് ഇങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ ഇതേ പോടും. അപ്പൂപ്പൻ താടിയുടെ മാർക്ക് ചോദിക്കണ്ടേ? ചോദിക്കാം. ചോദിക്കൊന്ന്.
മാർക്ക് എത്രയാ? മാർക്ക് കുറച്ച് കുറവാണല്ല. കുഴപ്പമുണ്ടോ? കുറവാ മാർക്ക്. ഇല്ല. ഇല്ല കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നാ എത്ര ആയിരിക്കും അറിയില്ല. പറഞ്ഞു ഗസ് പ്ലീസ്. 100. ഏറ്റവും കുറഞ്ഞതാ. ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. അതെങ്ങനെ ശരിയാവണത്? 100 ഒക്കെ എങ്ങനെ ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. സ്റ്റാർ വേണ്ടേ? ആ, വേണ? എത്ര സ്റ്റാർ വേണം? 5. 5. 5 സ്റ്റാറും 100. അപ്പൊ നമ്മുടെ ക്ലൂം കൊട്ടിക്കുന്ന് 100-ൽ 100 and 2 stars for you. എസ്തർ കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. എസ്തർ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ അങ്ങോട്ട് വരും. ആരാണ്? എഞ്ചിങ്ങള്. ഇപ്പോഴെങ്കിലും വായോ, വെൽക്കം എം ജെ അങ്കിൾ. പല്ല് തെച്ച് വളരുക കുട്ടി വളരുക വില്ലി വൈറ്റുമായി കൂടെ കൂടി പോകുക. എസ്തർ കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് പോയ പല്ലൊക്കെ തിരിച്ചു വന്നോ? വന്നു ഫുൾ. ആ, അയ്യോ അപ്പൊ ബ്രഷ് എല്ലാ സ്ഥലത്തും എത്തും. അപ്പൊ അതെ. ഓക്കെ. പല്ല് തേച്ച് തേച്ച് പല്ലിനെ പരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഗ്ലുമൊക്കെ നമ്മൾ പിടിച്ചു വെച്ചേ. ഇനി ഗ്ലുമില്ലേ? സൂപ്പർ. താങ്ക് യു എം ജെ അങ്കിൾ.